ചില കാര്യങ്ങൾ ചില ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഞാനൊരു വീഡിയോ കാണിക്കാം. ഈ വിഷയം തുടങ്ങിയത് മുതൽ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ പൊതുയിടത്തിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എന്തിനാണ് പണം വാങ്ങിയത്, എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തത്, എന്ത് സേവനം ചെയ്തിട്ടാണ് നിങ്ങൾ പണം വാങ്ങിയത് എന്ന് ഈ കേസിന്റെ തുടക്കകാലം മുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇ.ഡി. റെയ്ഡിന് വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി മോദിയുടെ ചെവിട്ടിൽ സ്വകാര്യം പറഞ്ഞത് കൊണ്ടാണ് ഇ.ഡി. റെയ്ഡ് ചെയ്തത് എന്നൊക്കെയാണ് കമ്മികളും അല്ലെങ്കിൽ CPM-ന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പാടി നടന്നത്. എത്രയുള്ളൂ ചോദ്യം, ഒന്നൊന്നര ചോദ്യമൊന്നുമില്ല. നമുക്ക് ഒരൊറ്റ ചോദ്യം: എന്ത് സേവനമാണ് ചെയ്തത്? അന്ന് മുതൽ ഇന്ന് വരെ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ ഇന്ന് വരെ CPM-ന്റെ ഒരു അന്തംഗമികൾക്കും കഴിഞ്ഞിട്ടില്ല. എന്ത് പാവണം. ഈ ഒരുപാട് മലവാണങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇവരെ പറഞ്ഞ് ഈ പറയുന്ന ആളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനല്ല, ഇത് കേട്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളൊരു TV വാങ്ങിയെന്ന് വെക്കുക. ആ TV വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ഗ്യാരണ്ടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ ഗ്യാരണ്ടി പീരീഡിൽ എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാനുള്ള തുകയടക്കം കണക്കാക്കിയിട്ടാണ് ആ TV-യുടെ വില അവർ നിശ്ചയിച്ച് നമുക്ക് തരുന്നത്. അല്ലാതെ ഒരു TV-യുടെ ആക്ച്വൽ പ്രൈസും അവരുടെ ലാഭവും ചേർത്തിട്ടല്ല. പകരം ഈ ഗ്യാരണ്ടി പീരീഡ് 2 വർഷമാണെങ്കിൽ ആ 2 വർഷത്തിനിടയിൽ കേട് വരികയാണെങ്കിൽ അത് നന്നാക്കാൻ എത്ര പൈസയാകും, ആ ജീവനക്കാർക്ക് എത്ര പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോണൻസിന് എത്ര കാശാവും, ആവറേജ്, ഇത് ഒരു ആവറേജ് കണക്കാക്കിയിട്ടാണ് ആ TV-യുടെ വില കണക്കാക്കുന്നത്. ചില ടെലിവിഷൻ അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണോ എന്ന് ചോദിക്കും. നിങ്ങളൊരു ടെലിവിഷൻ വാങ്ങിച്ചു, അതിന് 2 വർഷത്തെ വാറണ്ടിയാണുള്ളത്. 1 വർഷം കൂടി അഡീഷണൽ വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2000 രൂപ കൊടുക്കണം എന്ന് കമ്പനി പറയുകയാണ്. അപ്പോൾ ശരി, ഒരു 2000 രൂപയല്ലേ, 1 വർഷത്തേക്ക് കൂടി ആ ഗ്യാരണ്ടി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു, 2000 രൂപ കൊടുത്തിട്ട്. എന്ന് വെച്ചാൽ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടി. അപ്പോൾ TV-യുടെ വില 20,000 ആണെങ്കിൽ 22,000 രൂപ കൊടുത്ത് നിങ്ങൾ ആ ടെലിവിഷൻ വാങ്ങുമ്പോൾ 3 വർഷത്തേക്ക് അതിന് ഗ്യാരണ്ടി കിട്ടുന്നു. പക്ഷേ ഈ 3 വർഷത്തിനിടയിൽ ഈ ടെലിവിഷൻ കേട് വന്നില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആ 22,000 രൂപ കൊടുത്തിട്ട് 2,000 രൂപ അഡീഷണൽ കൊടുത്തിട്ടാണല്ലോ നിങ്ങൾ ടെലിവിഷൻ വാങ്ങിച്ചത്, എന്നിട്ട് ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സേവനമാണ് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും, ഒരു സേവനവും കിട്ടിയില്ല. അപ്പോൾ കേട്ട ആൾ വരെ, കണ്ടാ, വെറുതെ കാശ് വാങ്ങി, ഒരു സേവനവും കൊടുത്തിട്ടില്ല ഈ പാവത്തിന് എന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യം. എക്സാലോജിക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി, അവരുടെ പരിപാടി എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകുമ്പോൾ അതിൻ്റെ ജീവനക്കാർ അവിടെ ചെയ്ത സോഫ്റ്റ്വെയർ വിവിധ കമ്പനികൾക്ക്, വിവിധ സ്ഥാപനങ്ങൾക്ക് നിർമ്മിച്ച് നൽകുമ്പോൾ അത് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഒരു ഗ്യാരണ്ടി കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തരാം, പക്ഷെ അതിന് 1 വർഷം ഇത്ര രൂപ എന്നുള്ള ഒരു ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപ തരണം എന്ന് പറയും. ഇങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ഈ സോഫ്റ്റ്വെയറിൽ പ്രശ്നങ്ങൾ വന്നോളുന്നില്ല. അതിൽ ചിലപ്പോൾ 10, 15 അല്ലെങ്കിൽ 10, 20% കമ്പനികൾ മാത്രമേ ഇവർ നിർമ്മിച്ച് നൽകിയ സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഗ്യാരണ്ടി വാങ്ങിക്കുന്ന എന്തിനാച്ചാൽ പിന്നീട് ഇവരാണല്ലോ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഏറ്റവും ലളിതമായി പരിഹരിക്കാൻ അവർക്കല്ലേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവരോട് തന്നെ ഈ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുത്തിട്ട്, അതാണ് അതിന് പറയാം, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുത്തിട്ട് ആ സോഫ്റ്റ്വെയറിന് ഒരു ഗ്യാരണ്ടി വാങ്ങി 10 വർഷത്തേക്ക്, 5 വർഷത്തേക്കോ. ഈ 5 വർഷവും ആ സോഫ്റ്റ്വെയർ കേട് വന്നില്ല. നിങ്ങളാണെങ്കിൽ ലക്ഷങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ആ സോഫ്റ്റ്വെയറിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളോട് മറ്റൊരാൾ വന്ന് ചോദിക്കുക, ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി നിങ്ങളിൽ നിന്ന് ഈ പറയുന്ന ചാർജ് ഈടാക്കിയല്ലോ, എന്ത് സേവനമാണ് തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേടുവരാത്ത ഇവരെ നിർമ്മിച്ച് നൽകിയ സോഫ്റ്റ്വെയറിൽ ഒരു തകരാറും ഇല്ലാത്ത ആളുകൾ എന്താ പറയുക, ഞങ്ങൾക്ക് സേവനമൊന്നും കിട്ടിയിട്ടില്ല എന്നല്ലേ പറയുക. അതിനർത്ഥം എക്സാലോജിക്ക് തോന്നിയാസം കാണിച്ചു എന്നാണോ, അല്ലെങ്കിൽ എക്സാലോജിക്ക് വെറുതെ പണം വാങ്ങിയെന്നാണോ? ഇതാണ് വസ്തുത. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരം മലവാണങ്ങളുടെ പ്രശ്നം. ഇത് കേട്ടിട്ട് ഇതെന്താണെന്ന് അറിയാത്ത കുറേ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ലളിതമായിട്ട് ഇത് വിശദീകരിച്ച്. എന്ന് വെച്ചാൽ എക്സാലോജിക്ക് ഇത്തരത്തിൽ വിവിധ കമ്പനികൾക്ക് നിർമ്മിച്ച് നൽകുന്ന സോഫ്റ്റ്വെയറുകളിൽ തീരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കമ്പനിക്ക് നിർമ്മിച്ച് നൽകിയ സോഫ്റ്റ്വെയറിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേസമയം എല്ലാവരിൽ നിന്നും ഈ പറയുന്ന ഗ്യാരണ്ടി പീരീഡിൽ എല്ലാവരിൽ നിന്നും പണം വാങ്ങുന്നത് എന്തിനാണ്? ഇതിനകത്ത് എന്തെങ്കിലും ഈ 5 വർഷക്കാലത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയറിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ദൂരീകരിക്കാൻ ആവശ്യമായ ജീവനക്കാരെ, അതിലുള്ള വിദഗ്ധരെ, IT വിദഗ്ധരെ, ആ സോഫ്റ്റ്വെയർ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അതിലുള്ള വിദഗ്ധരെ അവർക്ക് ശമ്പളം കൊടുത്ത് ഈ പറയുന്ന സ്ഥാപനം അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തണം. ഏതെങ്കിലും കമ്പനിയിൽ ഈ പ്രശ്നം വരുമ്പോൾ ആ ജീവനക്കാരെ അവിടെ പറഞ്ഞയച്ച് ആ പ്രശ്നം പരിഹരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ്, ഈ പ്രശ്ന സാധ്യതയുടെ ഒരു ആവറേജ് കണക്കാക്കിയിട്ടാണ് ഈ തുക നിശ്ചയിക്കുന്നതും അതിനനുസരിച്ച് ജീവനക്കാരെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അല്ലാതെ ഈ പീരീഡിൽ കിട്ടിയ തുക മൊത്തം ഇതിൻ്റെ ലാഭമായിട്ട് ഈ പറയുന്ന ഇതിൻ്റെ ഓണർക്ക് എടുക്കാൻ കഴിയില്ല.
ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഒരു ടെലിവിഷൻ്റെ ഗ്യാരണ്ടി പീരീഡിൻ്റെ കാര്യത്തെക്കുറിച്ചടക്കം സിമ്പിളായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള മലവാണങ്ങൾ ഇതേപോലുള്ള തള്ളുമ്പോൾ മാധ്യമങ്ങൾക്ക് ഇത് അറിയേണ്ടല്ലോ. പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം ഇടത് വിരുദ്ധത പ്രചരിപ്പിക്കുക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള. മാധ്യമങ്ങളടക്കം അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിലടക്കം ഈ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്ക് ഒരിക്കൽ റിപ്പോർട്ടർ TV പറഞ്ഞു, അവരുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജിൻ്റെ കണക്കടക്കം പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മളിത് 2 വർഷമായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുവരെ സേവനം വേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവർ ആ ചാർജ് കൊടുത്തിട്ടും അവർക്ക് ആ സേവനം വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? വെറുതെ പൈസ കൊടുത്തു എന്നുള്ളതല്ല. ധൈര്യമായിട്ട് അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും അതിന് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. ഇതാണ് വസ്തുത. ഈ വസ്തുത മനസ്സിലാക്കാതെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിട്ട് ഇത്തരം മലവാണങ്ങളുടെ വാക്കും കേട്ടിട്ട് ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെയും തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.